ഭക്ഷണശേഷം കിടക്കരുത്. വെറും 5 മിനിറ്റ് ഈ ആസനം ചെയ്താൽ നമ്മുടെ ദഹനം മുതൽ മനസ്സിന്റെ ശാന്തി വരെ നല്ല മാറ്റം കാണാനായിട്ട് സാധിക്കും. ഈ ഭക്ഷണശേഷം ചെയ്യാവുന്ന ഏക യോഗ പോസ്റ്റർ ആണിത്. ഇതിന്റെ പേരാണ് വജ്രാസന. നമസ്തേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വജ്രാസനമാണ്. വജ്രാസനം എന്ന് പറഞ്ഞാൽ ഭക്ഷണശേഷം ചെയ്യാവുന്ന ഏക യോഗ പോസ്റ്ററാണ് വജ്രാസനം. അപ്പോൾ വജ്ര പ്ലസ് ആസനം എന്നാണ്. വജ്രം എന്ന് പറഞ്ഞാൽ ഡയമണ്ട് ആണ്. നമ്മുടെ ശരീരം ഡയമണ്ട് പോലെ ആകും എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിനെ ദൃഢമാക്കുന്നു. അതുപോലെ നമ്മുടെ സുഷുമ്ന നാഡിയെ എനർജി കറക്റ്റ് ആക്കുന്നു എന്നുള്ളതാണ്. ഇത് ഒരു വജ്രനാഡിയുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. വജ്രനാഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ 22,000 നാഡി എനർജി ഫ്ലോസ് ഉണ്ടെന്നാണ് യോഗശാസ്ത്രത്തിൽ പറയുന്നത്. അപ്പൊ ഈ നാഡി ഇടാനാഡി, പിംഗ്ള നാഡി, സുഷുമ്ന നാഡി. അപ്പൊ നട്ടലിന്റെ അകത്തേക്കൂടി പോകുന്ന സുഷുമ്ന നാഡിക്കകത്ത് സൂക്ഷ്മനാഡികളായി 2-3 നാഡികൾ കൂടിയുണ്ട്. അതിലൊന്നാണ് വജ്രനാഡി. വജ്രനാഡിക്കകത്ത് ഒരു നാഡിയുണ്ട്, അതിനെ ചിത്രിനി നാഡി എന്ന് പറയും. ചിത്രിനി നാഡിക്കകത്തുള്ള ഒരു നാഡിയുണ്ട്, അതിനെ ബ്രഹ്മനാഡി എന്ന് പറയും. അപ്പോൾ ഈ വജ്രനാഡിയിലേക്കുള്ള എനർജി ഫ്ലോ കറക്റ്റ് ആക്കുന്നത് വജ്രാസനം മൂലം. അതുകൊണ്ട് ഈ പോസ്റ്റർ നമ്മൾ സ്ഥിരമായി ചെയ്യാൻ, മെഡിറ്റേഷൻ ചെയ്യാനും പ്രാണായാമം ചെയ്യാനും പറ്റിയ ബെസ്റ്റ് സിറ്റിംഗ് പോസ്റ്റർ, മെഡിറ്റേറ്റീവ് പോസ്റ്റർ കൂടിയാണ് വജ്രാസനം. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിന്റെ ഗുണങ്ങൾ എന്തെന്ന് നോക്കാം, ചെയ്യാൻ പാടില്ലാത്തവരാരെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഈ യോഗ പോസ്റ്ററിലേക്ക് പോയാലും. അപ്പോൾ വജ്രാസനം ചെയ്യാനായിട്ട് നമുക്ക് യോഗ മാറ്റിൽ കാല് നിവർത്തി നേരെ ഇരിക്കാം. കൈകൾ 2 സൈഡിൽ ഇങ്ങനെ വെച്ച് പ്രാരംഭ സ്ഥിതിയിൽ ഇങ്ങനെ ഇരിക്കാം. എന്നിട്ട് ഏതെങ്കിലും ഒരു കാല് നമുക്ക് മടക്കി ബാക്കിലേക്ക് എടുത്ത്, അതുപോലെ തന്നെ അടുത്ത കാലുകൂടി ഇതുപോലെ മടക്കി കാലുകളുടെ 2 സൈഡിലായിട്ട് ഇരിക്കാം. കൈകൾ രണ്ടും ഈ തുടയുടെ ഈ മുട്ടിന്റെ ഈ ഭാഗത്തായിട്ട് വെച്ചിട്ട് നെഞ്ചെല്ലാം നല്ല വിരിഞ്ഞ് നടു നിവർന്ന് നേരെ ഇരിക്കുക. എന്നിട്ട് നോർമലായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുക. വളരെ ലളിതമായിട്ടുള്ള ഒരു യോഗ പോസ്റ്ററാണ്. അപ്പോൾ ഈ ഇരിക്കുന്നതിൽ ചില സംശയങ്ങൾ കാണും. രീതി ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ ഇരിക്കാം, അതല്ലെങ്കിൽ നമുക്ക് മുട്ടുകുത്തി നിൽക്കാം. അങ്ങനെ മുട്ടുകുത്തി നിന്നിട്ട് കാലുകളുടെ സൈഡിലായിട്ട് ഇങ്ങനെ ഇരിക്കാം. അപ്പൊ ഇതിന്റെ ബാക്ക് സൈഡ് എങ്ങനെയാണ് ഇരിക്കുന്നത് ഒന്നുകൂടി വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ മുട്ടുകുത്തി നിൽക്കുന്നു. നമ്മുടെ ഈ 2 സൈഡിലായിട്ട് കാലുകളുടെ ആയിട്ട് നമ്മുടെ പൃഷ്ഠഭാഗം ഉറപ്പിക്കും. കൈകൾ നേരെ വെച്ച് നേരെ ഇരിക്കാം. നടു നിവർന്നിരിക്കണം. സൈഡ് വ്യൂ പറയുകയാണെങ്കിൽ ഇതുപോലെ അപ്പോൾ വജ്രാസനം ചെയ്യാൻ എങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ വജ്രാസനം നമ്മൾ സ്ഥിരമായി ചെയ്യാൻ പാടില്ലാത്തവരുണ്ട്. നല്ല നീ പെയിൻ ഉള്ളവർ, അതുപോലെ തന്നെ റീസെന്റ് ആയിട്ട് നീയിലോ സർജറി കഴിഞ്ഞവർ, അല്ല ആക്സിഡന്റ് ഒക്കെ പറ്റുകയാണെങ്കിൽ ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പൊ നീക്ക് വലിയ പ്രശ്നമില്ല, നോർമലി പ്രശ്നമില്ലാത്ത ആളുകൾക്ക് ഇത് സുഖമായിട്ട് ചെയ്യാം. അപ്പൊ ചെയ്താലുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഡയബറ്റീസിന് വളരെ ഉത്തമമാണ്. അതുപോലെ വജ്രനാഡിയെ, സുഷുമ്ന നാഡിയെ ഒക്കെ പവർഫുൾ ആക്കാനായിട്ട് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇത് വജ്രനാഡിയുമായി ബന്ധം ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ നാഡികളെ ശുദ്ധീകരിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇത് മെഡിറ്റേറ്റീവ് പോസ്റ്ററാണ്. നമ്മൾ ധ്യാനം, പ്രാണായാമം ഇതൊക്കെ ചെയ്യാൻ പ്രാരംഭമായിട്ട് നമുക്കൊരു സിറ്റിംഗ് പോസ്റ്റർ ആവശ്യമാണ്. അപ്പോൾ പത്മാസനം പോലെയുള്ള ബുദ്ധിമുട്ടുള്ള സിറ്റിംഗ് പോസ്റ്ററുകൾ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വജ്രാസന എടുക്കാനായിട്ട് സാധിക്കും. ആ ഒരു ഗുണമുണ്ട്. അതുപോലെ ദഹനം മെച്ചപ്പെടുത്താൻ സാധിക്കുന്നു. ഭക്ഷണശേഷം നമ്മൾ TV ഒക്കെ കാണുന്നുണ്ടെങ്കിൽ വജ്രാസനത്തിൽ TV കാണുക കുറച്ചു നേരം ഭക്ഷണശേഷം. അപ്പൊ നമുക്ക് പാൻക്രിയാസ് ഗ്രന്ഥി ഉത്തേജിപ്പിക്കാനും അതുപോലെ ഡയബറ്റിക്കിനൊക്കെ വളരെ ഉത്തമമാണ്. നമുക്ക് ശ്രദ്ധ കൂട്ടുവാൻ സാധിക്കുന്നു. മെഡിറ്റേഷൻ പോസ്റ്ററായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഒട്ടനവധി ഗുണങ്ങൾ ഈ യോഗ പോസ്റ്ററിനുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ ലളിതമായിട്ടുള്ള ഒരു യോഗ പോസ്റ്ററാണ്.
ഇതുമായി ആവശ്യമുള്ളവർ നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടാവും, അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള യോഗ പോസ്റ്ററും അതിൻ്റെ ഗുണങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ട് ഞാൻ ഇനിയും വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരും. നമസ്തേ.